Hi dears, അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഇന്നത്തെ കേക്കിന്റെ പേര് പറഞ്ഞു കൊടുത്തില്ലായിരുന്നു റെയിൻബോ. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള റെയിൻബോ കേക്കാണ്. അപ്പോൾ ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ സാധാരണ റെയിൻബോ കേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കും. എന്നിട്ട് അതിനകത്ത് നമ്മൾ കുറെ കളേഴ്സ് ആഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിൽ ഫുള്ള് കളർ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒഴിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ സാധാരണ ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇന്നത്തെ കേക്കിൽ നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഫ്ലേവേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് പിന്നെ കൂടുതൽ കളേഴ്സിന്റെ മിക്സിംഗ് ഒന്നും പുറമെ കൊടുത്തിട്ടില്ല. പിന്നെ ഇന്നത്തെ കേക്കിനകത്ത് നമ്മൾ മുട്ട ചേർത്തിട്ടുള്ള കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും മുട്ട ചേർക്കാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് 1/2 kg കേക്കാണ്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാക്സിമം കളറൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കാം, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിലും. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിനകത്തോട്ടേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. റൂം ടെമ്പറേച്ചറുള്ള മുട്ട വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. മുട്ട ചേർക്കാത്തവർക്ക് ഇതിന് പകരം 1/2 കപ്പ് തൈരോ അതല്ലെങ്കിൽ 1/2 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡോ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലോട്ടേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നതെങ്കിൽ ജസ്റ്റ് പൊടിച്ച പഞ്ചസാരയുടെ അളവ് 1/4 കപ്പ് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. തൈരാണെങ്കിൽ 1/2 കപ്പ് തന്നെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇലക്ട്രിക് ബീറ്ററോ അതല്ലെങ്കിൽ മിക്സിയിലോട്ടേക്കോ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ജസ്റ്റ് വിസ്ക് വെച്ചിട്ടാണെങ്കിലും ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർത്തിട്ടുള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ഇതുപോലെ തന്നെ വേണം നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെജിറ്റബിൾ ഓയിൽ തന്നെ ഉപയോഗിക്കുക. ഒരിക്കലും വെളിച്ചെണ്ണയോ ഒലിവ് ഓയിൽ സ്മെല്ലുള്ള ഓയിലൊന്നും ഉപയോഗിക്കരുത്. അതിനുശേഷം ഒരു അരിപ്പയിലോട്ടേക്ക് 1 കപ്പ് അളവിൽ മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ്. ഇനി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മാത്രം ചേർത്താൽ മതി. സോഡയുടെ ആവശ്യമില്ല. നിങ്ങൾ മിൽക്ക് മെയ്ഡോ തൈരോ ഉപയോഗിക്കുന്ന കേക്കാണെങ്കിൽ അതിനകത്തോട്ടേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇതിലോട്ടേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ബാറ്ററിനകത്തോട്ടേക്ക് ഒഴിച്ച് പതുക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചായിട്ട് പാലൊഴിച്ച് കൊടുക്കണം. ടോട്ടൽ നമ്മൾ ആഡ് ചെയ്യുന്ന പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് 1/2 കപ്പ് പാലാണ്. റൂം ടെമ്പറേച്ചറുള്ള പാൽ തന്നെ ഉപയോഗിക്കുക. ഫ്രിഡ്ജിനകത്തുനിന്ന് ഡയറക്റ്റ് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 6 ബൗളിനകത്തോട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ബൗൾ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ മെഷർമെൻറ്റ് കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ എടുത്തിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 6 എണ്ണത്തിലായിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നിനകത്ത് നമുക്ക് ഫുഡ് കളറൊക്കെ ചേർക്കാനുള്ളതാണ്. ആദ്യത്തിനകത്ത് നമ്മൾ ചേർക്കുന്നത് ഒരു ഇത്തിരി റെഡ് ഫുഡ് കളറാണ്. അതിനകത്തോട്ടേക്ക് ഞാനൊരു ഡ്രോപ്പ് സ്ട്രോബെറി എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ലെയറും ഓരോ ഫ്ലേവറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. സാധാരണ വാനില സ്പോഞ്ച് ഉണ്ടാക്കി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് മാത്രം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. പക്ഷേ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്നാണെങ്കിൽ ജസ്റ്റ് വാനില എസൻസ് മുഴുവൻ ബാറ്ററിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഈ ഒരു കേക്കിന് നല്ല അടിപൊളി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്ലേവറാണെന്ന് തന്നെ പറയാം. കാരണം ഓരോന്ന് കഴിക്കുമ്പോഴും ഓരോ ഫ്ലേവറിൽ ഓരോ സ്പെഷ്യൽ ഫ്ലേവറിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു ഡ്രോപ്പ് ജസ്റ്റ് സ്ട്രോബെറി എസൻസ് ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത ലെയർ കേക്കിന് വേണ്ടിയിട്ടുള്ളതിനകത്തോട്ടേക്ക് ജസ്റ്റ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് യെല്ലോ ഫുഡ് കളറാണ്. 1-2 ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനകത്തോട്ടേക്ക് പൈനാപ്പിൾ എസൻസ് 1 ഡ്രോപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എസൻസ് എന്ത് ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. മാംഗോ എസൻസോ ആൽമണ്ട് എസൻസോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലെയർ കേക്ക് പൈനാപ്പിൾ ഫ്ലേവേർഡുള്ള കേക്കിൻ്റെ ലെയറും റെഡി ആയിട്ടുണ്ട്. അങ്ങോട്ട് മാറ്റി വെക്കാം. മൂന്നാമത്തതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ ഫുഡ് കളറാണ്. അപ്പോൾ ജെൽ ഫുഡ് കളറാണെങ്കിൽ 1 ഡ്രോപ്പൊക്കെ മതി കേട്ടോ. ഇതിനകത്തോട്ടേക്ക് പിസ്ത എസൻസ് 1 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഒത്തിരി കളർ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഈ കേക്കിനകത്ത് മാക്സിമം കളർ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്തതിനകത്തോട്ടേക്ക് ബ്ലൂ ജസ്റ്റ് 1 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് 1 ഡ്രോപ്പ് വാനില എസൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ ലെയർ കേക്കിനുള്ള ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ഓറഞ്ച് ഫുഡ് കളർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിനകത്തോട്ടേക്ക് ഒരു 2 ഡ്രോപ്പ് അളവിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത്
കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഞാൻ ഓറഞ്ച് എസൻസ് കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണിക്കാൻ വിട്ടുപോയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തതിനകത്തോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ഡ്രോപ്പ് അളവിൽ ബ്ലൂ ഫുഡ് കളറും കൂടെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഡ്രോപ്പ് അളവിൽ റെഡ് ഫുഡ് കളർ, 2 ഡ്രോപ്പ് ബ്ലൂവിലോട്ടേക്ക് ജസ്റ്റ് ഒരു ഡ്രോപ്പ് റെഡും കൂടെ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഇത് കേക്ക് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാൻ വെച്ച് അടച്ചു വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കാം. കൂടുതൽ 5 മിനിറ്റ് ഒന്നും ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കേണ്ട. ജസ്റ്റ് 2 മിനിറ്റ് നന്നായിട്ട് തവ ചൂടായെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്നുകിൽ ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കുറച്ച് വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബട്ടർ പേപ്പർ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അതിന് ശേഷം ഏതെങ്കിലും ഒരു ബൗൾ എടുക്കുക. ആ ബൗളിനകത്ത് വെച്ച് തന്നെ വേണം നമ്മളെല്ലാം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോഴാണ് ഏകദേശം ഒരേ ഒരു അളവിൽ നമുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് 1-2 മിനിറ്റ് മതി. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ സ്റ്റിക്കൊക്കെ നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആ പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. ഇതേ രീതിയിൽ മുഴുവനായിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഷുഗർ സിറപ്പിന് പകരമായിട്ട് ചോക്ലേറ്റ് സോസ് പോലെയുള്ള ഒരു മിക്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് നല്ല ചൂടുള്ള പാലിനകത്തോട്ടേക്ക് വൈറ്റ് ചോക്ലേറ്റ്, ഗാലക്സിയുടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ട് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇതിലോട്ട് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇതിനകത്തോട്ടേക്ക് ഒരു ഡ്രോപ്പ് വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല ചൂടുള്ള പാലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ചോക്ലേറ്റൊക്കെ അങ്ങ് മെൽറ്റായിട്ട് നല്ലതുപോലെ റെഡിയായി കിട്ടും. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടുണ്ട്, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം നമ്മളിതൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു 1/2 കപ്പ് പാല് തന്നെ ധാരാളമാണ് കേട്ടോ ഈ ഒരു അളവിന്. അപ്പോൾ ഷുഗർ സിറപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു മിക്സിനാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അടുത്തത് നമ്മുടെ ഈ കേക്ക് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അളവെടുക്കുക. ഏതെങ്കിലും ഇതിന് കണക്കായിട്ടുള്ള ഒരു അടപ്പെടുത്തിട്ട് എല്ലാ കേക്കും ഒരേ അളവിൽ വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് കണ്ടില്ലേ, ഈ എല്ലാ ലെയേഴ്സും നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് താഴെ ഭാഗവും ജസ്റ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഇനി നമ്മൾ വിപ്ഡ് ക്രീം, 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത്. പാക്കറ്റായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വിപ്പിംഗ് ക്രീം പൗഡർ 1 പാക്കറ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഐസിങ് ചെയ്തെടുക്കുന്നതിനായിട്ട് ബേസ് ബോർഡൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. ജസ്റ്റ് കുറച്ച് ക്രീം ടേൺ ടേബിളിനകത്തോട്ട് സ്പ്രെഡ് ചെയ്ത് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ വയലറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ടോപ്പിലായിട്ട് മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുക. ആ ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒരു കോട്ടിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ കുറേ കളേഴ്സും ജസ്റ്റ് സ്പോഞ്ചും വെച്ച് ചെയ്യുന്നതിനേക്കാളും ശരിക്കും ഒരു 3 ഇരട്ടി ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഓരോ ലെയറിനും ഓരോ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ ഉണ്ട്. അതുപോലെ തന്നെ പിസ്ത, സ്ട്രോബെറി, പൈനാപ്പിൾ, ഓറഞ്ച് എല്ലാ ഫ്ലേവറും ഉണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് സോസിന് അത്രയധികം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ കളറ് നമ്മൾ സെറ്റ് ചെയ്യുമ്പം ഇതുപോലെ നോക്കിയിട്ട് ഓരോ ലെയറായിട്ട് ചെയ്തെടുക്കാൻ നോക്കുക. ആദ്യം വയലറ്റ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ ആ ഒരു ഓർഡറിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓറഞ്ച് ലെയർ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ മിൽക്ക് മിക്സ്, ചോക്ലേറ്റ് സോസ്, പിന്നീട് നമ്മുടെ വിപ്ഡ് ക്രീം, പിന്നെ ലാസ്റ്റ് അപ്പോൾ ഞാൻ സ്ട്രോബെറി എസൻസ് ചേർത്തത് കൊണ്ടാണ് കേട്ടോ ആ ഒരു റെഡ് ഷെയ്ഡ് പോയിട്ട് കുറച്ചൊരു റോസ് ഷെയ്ഡിലോട്ടേക്ക് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒരു തിൻ കോട്ടിങ് കൊടുക്കുക. ആദ്യം ജസ്റ്റ് ഒരു തിന്നായിട്ടുള്ളൊരു കോട്ടിങ് മാത്രം കൊടുത്തതിന് ശേഷം ഫ്രീസറിനകത്തോട്ടേക്ക് നമ്മളൊരു 15 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. കൂടുതൽ സമയം വെക്കാണ്ട് ജസ്റ്റ് 15 മിനിറ്റ് ഫ്രീസറിനകത്ത് വെച്ചിട്ട് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ടുള്ള കോട്ടിംഗ് ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു 1/2 kg അടുത്തുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ 1 kg മെഷർമെൻറ്റ് വേണ്ടവർക്ക് അതിനനുസരിച്ചുള്ള മെഷർമെൻറ്റ് താഴെ കൊടുക്കാം. അതിനുശേഷം കുറച്ച് സ്പ്രിങ്കിൾസ്, നമ്മൾ ഇതിനകത്ത് കളറ് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പ്രിങ്കിൾസ് ഇതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ നിറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സുള്ള സ്പ്രിങ്കിൾസ് ആകുമ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. പിന്നെ കുറേ കളേഴ്സ് ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ല ക്യൂട്ടായിരിക്കും. പുറമേ നല്ല വൈറ്റ് ഷെയ്ഡും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത്
സമയത്ത് ഓരോരോ ലെയേഴ്സായിട്ട് ഓരോ കളേഴ്സ് കാണുമ്പോൾ ഈ ഒരു പുറമേയുള്ള വൈറ്റ് കോട്ടിങ് കൂടി ആകുമ്പോൾ നല്ല ക്യൂട്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിപ്പോൾ ചുമ്മാ ഒന്നാക്കിയ ഒരു റെയിൻബോ ആണ് കേട്ടോ. അതായത് ഫോണ്ടൻറ്റ് വെച്ച് ചെയ്തെടുക്കാം. ഫോണ്ടൻറ്റിൻ്റെതൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ഫോണ്ടൻ്റ് ഒന്നും എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് മൈദ, ഓയിൽ, ഷുഗറൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു രീതിയിൽ ഹോം മെയ്ഡായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു എളുപ്പ പണിക്ക് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഫോണ്ടൻ്റൊക്കെ വെച്ച് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു പീസ് ചെറി കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ് ഈ ഒരു കേക്ക് എന്ന് പറയുന്നത്. നല്ല സൂപ്പർ സോഫ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഷുഗർ സിറപ്പിന് പകരം ചോക്ലേറ്റ് സോസ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പം അത്രയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. നമ്മൾ ചുമ്മാ വാനില സ്പോഞ്ച് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലൊരു ഫ്ലേവറിൽ നമുക്ക് സെർവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പുറമേ ആണെങ്കിലും നമുക്ക് ശരിക്കും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല അടിപൊളി ഫ്ലേവർ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഞാനൊരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലവേഴ്സ്, നോസിൽ വെച്ച് ഫ്ലവേഴ്സ് വരച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ റെയിൻബോ കേക്ക് എപ്പോഴും ഒരു പുറമേ ഒരു വൈറ്റ് കോട്ടിങ്ങും ഉൾഭാഗത്തൊക്കെ ആ ഒരു ലെയേഴ്സും കാണുന്നത്. നിങ്ങൾക്ക് ജംസൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ജംസ് ഉണ്ടല്ലോ, ആ ജംസ് വെച്ചിട്ട് പുറമേ ഈ സ്പ്രിങ്കിൾസിന് പകരം അങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതും കാരണം ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് കാണുമ്പോഴാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഈ കളറ് ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ അപ്പോൾ കളറൊക്കെ മാക്സിമം കുറച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാനാണെങ്കിലും കുറച്ച് കൂടുതൽ ഇഷ്ടമായിരിക്കും, കൂടുതൽ ഫ്ലേവറിൽ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.